കോട്ടയത്ത് ഇത്തവണ ബി.ജെ.പി വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുമെന്ന് കോട്ടയത്തെ CPM സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. സ്വന്തം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയാത്തവണ്ണം ഇരകളാണ് കോട്ടയത്തെ BJP. ആ ഇരകൾ ഇത്തവണ LDFന് അനുകൂലമായി ശബ്ദിക്കും. കഴിഞ്ഞ തവണയും UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ BJP സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയായിരുന്നു. ഇത്തവണ അതിലും ദയനീയമാണ് അവസ്ഥ എന്ന് ജില്ലയിലെ BJP നേതൃത്വത്തിന് നന്നായി മനസ്സിലായിട്ടുണ്ട്. BJPയെ വലിയ പതനത്തിലേക്ക് എത്തിച്ച ഉത്തരവാദിത്തമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്. കോട്ടയം നഗരത്തിലെ 27,000 വോട്ടുകൾ SIR നടപ്പിലാക്കിയതോടെ ഇല്ലാതായി. ഇത് UDF ലഭിക്കും എന്നും അനിൽകുമാർ ന്യൂസ് 18 പറഞ്ഞു. കോട്ടയത്ത് അതിശക്തമായ പോരാട്ടത്തിന് വീണ്ടും കെ അനിൽകുമാർ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. CPMനെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് കോട്ടയം. അവിടെ പലതരത്തിലുള്ള പ്രചരണ വ്യത്യസ്തതകൾ നമ്മൾ കാണുകയാണ്. ഇത്തവണ അനിൽകുമാർ ഇപ്പോൾ ബോട്ടിൽ പര്യടനം നടത്തിക്കൊണ്ട് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല അടക്കമുള്ള ഇടങ്ങളിലെ വോട്ടർമാരെ കാണാൻ പോവുകയാണ്. നമുക്കൊപ്പം അനിൽകുമാർ ചേരുന്നുണ്ട്. ഈ മീനന്തലയാർ പദ്ധതിയൊക്കെ കൊണ്ട് ഈ വഴി ഒരുപാട് നടന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടുകൂടിയാണോ ഇങ്ങനൊരു പ്രചരണ ശൈലി? അതെ, ഇത്തവണ നമ്മൾ തെളിച്ചെടുത്ത പുഴയിലൂടെയാണ് തുടങ്ങുന്നത്. 1650 കിലോമീറ്റർ തോടുകളും പുഴകളും നമുക്ക് തെളിച്ചെടുക്കാനായി. ഇതിന്റെ എൻഡായിട്ടുള്ള പതനസ്ഥാനമായ പഴുക്കാനിലക്കായൽ തെളിക്കാൻ 103 കോടി രൂപയുടെ പദ്ധതി കിബി ഇപ്പം അനുവദിച്ചു കഴിഞ്ഞു. അത് പൂർത്തിയാക്കാൻ നടക്കാൻ പോവുകയാണ്. ഇത്തരൊരു പശ്ചാത്തലത്തിൽ വെള്ളപ്പൊക്കം ഇല്ലാത്ത കോട്ടയം സാധ്യമാകാൻ പോകുന്നു. പുഴയിൽ ഇത് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് റോഡിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ കഴിയില്ല? ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ തെളിച്ച പുഴകളാണ് ഇതൊക്കെ. ഇവിടെ ബോട്ട് വരില്ലായിരുന്നു. ഇവിടെ പറയുന്ന കോടിമതയിൽ ബോട്ട് വരുന്നത് തടസ്സപ്പെട്ടിരുന്നു. ഞങ്ങൾ തെളിച്ചെടുത്താണ് ബോട്ട് കൊണ്ടുവന്നത്. അതിലൂടെ ഈ ബോട്ട് യാത്ര നടത്തുകയാണ്. നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ കോട്ടയത്തിന്റെ ഒരു പ്രധാന ചിഹ്നമായി നിൽക്കുന്നത് ഈ എന്താ പറയുക, നമ്മുടെ ആകാശപാതയൊക്കെയാണ്. അപ്പൊ അത് 3-4 മാസം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കുമെന്നാണ് MLA ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിനുള്ള? കോട്ടയം നഗരത്തിന് ബൈപ്പാസ് വേണം, കഞ്ഞിക്കുഴിക്ക് ബൈപ്പാസ് വേണം, ചിങ്ങവനത്തിന് ബൈപ്പാസ് വേണം. MC റോഡിൽ കേരള സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് 4 വരിപ്പാതയാണ്. ആ 4 വരിപ്പാതയായിട്ടത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് അതിനപ്പുറത്ത് മറ്റൊരു കാര്യം ഉണ്ടാവുക? അതുകൊണ്ട് കോട്ടയത്തിനാവശ്യം 4 വരിപ്പാത. ഇന്നത്തെ MC റോഡ് എന്ന് പറയുന്നത് ബൈപ്പാസ് ചെയ്ത് 4 വരിപ്പാത MC റോഡിൻ്റെ പദ്ധതിയാക്കുക. അങ്ങനെ വരുമ്പോൾ അതിന് മേലെ കയറേണ്ട ആവശ്യക്കാരില്ലാതെ വരും. ആകാശപാത വേണ്ടി വരില്ല. ഒരാവശ്യം ഇപ്പോഴും ഇല്ല. അത് ആവശ്യമില്ലാത്ത വിധം കോട്ടയത്തിലെ ബ്ലോക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് പദ്ധതി. അത് നടപ്പാക്കും. കഴിഞ്ഞ തവണ 30,000-ൽ നിന്ന് 18,000-ലേക്ക് ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ് എന്താണ്? ഒന്ന്, കഴിഞ്ഞ തവണ UDFന്റെ കൂടെ കോട്ടയത്ത് നിന്ന് ഒരു വിഭാഗവും അവരോടൊപ്പം ഇല്ല. മത, സാമൂഹ്യ, സാമുദായിക വിഭാഗങ്ങളാവട്ടെ, അവരാരും UDFനോട് ഇന്ന് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നില്ല. 10 കൊല്ലമായിട്ട് കോട്ടയം വികസനത്തിൽ പുറകോട്ടായി എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അത് മാറ്റം എന്തുകൊണ്ടുണ്ടായി? ആ കുറവ് പരിഹരിക്കാൻ LDFന് കഴിയും. നല്ല ധാരണ ജനങ്ങൾക്ക് കിട്ടും. സംസ്ഥാനത്തൊരു UDF തരംഗമുണ്ടാകും എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു അവരുടെ ഒരു ആത്മവിശ്വാസം. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരുമിച്ച് ഒറ്റയ്ക്ക്, അതായത് 4 പേർ ഒരുമിച്ച് ഒരു ആത്മവിശ്വാസം കൊള്ളാൻ മറ്റുള്ള ഐക്യം പോലും അവിടെ ഇല്ല. 4 നേതാക്കന്മാർ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പറയാൻ തക്കമുള്ള ആത്മവിശ്വാസം അവിടെ ഇല്ല. ഒരാൾ കപ്പ വിഴുങ്ങാൻ പോകുന്നു, അപ്പോൾ വേറൊരാൾ വേറൊരു വഴിക്ക് പോകുന്നു. 4 ആൾ ഒരുമിച്ച് നിൽക്കും അതിനകത്ത്. പിന്നെ എന്താ ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് പറയണത്? 30,000, 18,000 ഇതുപോലൊക്കെ വലിയ ഭൂരിപക്ഷങ്ങളാണ്. അത് അട്ടിമറിക്കാൻ അത്ര എളുപ്പമാണ്. എങ്ങനെയാണ് കോട്ടയത്തെ മണ്ഡലത്തിലെ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കണം. SIR നടപ്പായപ്പോൾ കോട്ടയത്തുണ്ടായ മാറ്റം നഗര നടുവിലെ 27,000 വോട്ടില്ലാതെയായി. 6 ഇല്ലാതായി. പരിശോധിച്ചാൽ കാണാം. UDF വോട്ടുകളാണ്. സംശയം എന്താണ്? LDFനെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസത്തിന് ഒരു കാരണം അതാണ്. ആ ഭൂരിപക്ഷം ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. P. അനിൽകുമാർ എന്ന് പറയുന്നത് വിമതനല്ലെങ്കിലും BDJ സ്ഥാനാർത്ഥിയായിട്ട് കെ അനിൽകുമാറിനൊപ്പം വരികയാണ്. അതെങ്ങനെയാണ് കാണുന്നത്? അത് BJP നേതാക്കന്മാർക്ക് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ലാത്തൊരു ഗതികേട് കോട്ടയത്തുണ്ട്. ഇരകളാണവർ. ആ ഇരകൾ ഇത്തവണ ശബ്ദിക്കും. LDFന് അനുകൂലമായി കോട്ടയത്ത് വിധിയുണ്ടാവും. BJP വോട്ടുകൾ പോലും LDFിലേക്ക് വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവായ അജണ്ട വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയത്തെ സംബന്ധിച്ച് വികസനമാണ് അജണ്ട. അത് സ്വീകരിക്കുന്ന ഒരു മനുഷ്യരായിട്ട് നാട്ടിലെ ആളുകളെ മാറ്റുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ 23,000 വോട്ടൊക്കെ കോട്ടയത്ത് BJP കിട്ടാറുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ പോലും 10,000, 8,000-ലേക്ക് ഒതുങ്ങുന്നു. അതെവിടേക്കാണ് പോകുന്നത്? ഇത്തവണ എന്ത് അത് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുകയായിരുന്നു. ഇത്തവണ അതിനേക്കാൾ ദയനീയമാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ BJP നേതാക്കൾക്ക് തന്നെ നല്ല ധാരണയുണ്ട്. തങ്ങൾ ഈ തെറ്റായ അധിനിവേശത്തിന് ഇരയായി തീരുകയാണ്. BJP ഒരിക്കലും UDFനെ തവണ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് സഹായിക്കാനാവാത്ത വിധം പതനത്തിലേക്കാണ് അവരുടെ പ്രസ്ഥാനത്തെ ഇദ്ദേഹം കൊണ്ടെത്തിച്ചത്.
എന്തായാലും കെ അനിൽകുമാറിന്റെ ഒരു ആത്മവിശ്വാസം അതാണ്. ഇത്തവണ കോട്ടയം എന്ന UDFന്റെ കോട്ട എന്ന കോട്ട അത് അട്ടിമറിക്കും എന്ന് തന്നെ അനിൽകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ കായലിലൂടെയുള്ള യാത്ര തുടരുകയാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.